വല്ലാത്തൊരു ഈ വീഡിയോ ഒരു പ്രതിഷേധമാണ്. എന്നെയും നിങ്ങളെയൊക്കെ ആവശ്യമില്ലാത്ത മോട്ടിവേഷനും തന്ന് ഉഡായിപ്പ് മോർണിംഗ് റൂട്ടീൻസും കാണിച്ച് ഡിപ്രഷനിലാക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ എക്സ്പോസ് ചെയ്യാനുള്ള പ്രതിഷേധം. സ്വാധീനിക്കുന്നവൻ. ഇതും കൂടെ കൂട്ടി ഈ ആഴ്ചത്തെ 12ാമത്തെ റാൻഡം ഡേ ആയിരുന്നു. बात होती है प्रार्थना से, देन रबिंग माय हैंड्स एंड प्लेसिंग देम ओवर माय आईज. आंखें खुलते ही मुझे खिड़की से दिखता है ये प्यारा सा मून. एंड बिफोर രാവിലെ 3:29 രാവിലെ അല്ല, രാത്രിയാണ് 3:28. നിങ്ങൾ എണീക്കുമ്പോൾ രാത്രി സ്റ്റിൽ മൂണാണ് ഉള്ളതെങ്കിൽ, മൂൺ കണ്ടുകൊണ്ടാണ് നിങ്ങൾ എണീക്കുന്നതെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് നിങ്ങൾക്ക്. ആരാണ് മൂൺ കണ്ടുകൊണ്ട് എണീക്കുന്നത്? നമ്മളിതുവരെ കേട്ടിട്ടുള്ളത് എന്താണ്? രാവിലെ പ്രഭാതം കണ്ടേ സൂര്യ നമസ്കാരം ചെയ്യുക, കേട്ടിട്ടില്ലേ? സൂര്യ നമസ്കാരം ചെയ്യുക. ആരെങ്കിലും ചന്ദ്ര നമസ്കാരം എന്ന് കേട്ടിട്ടുണ്ടോ? एंड बिफोर स्टेपिंग मैं हमेशा धरती माँ के पैर छूती हूँ. चश्मा लगाते ही हम हो गए रेडी फॉर द डे. जल्दी उठने के कारण सुबह के हो रहे 3:30. ഒരു ഓവർ റേറ്റഡ് സാധനമാണ് രാവിലെ എണീക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ എപ്പോഴും ഇത് കാണുമെന്ന് വിചാരിക്കും, ഇങ്ങനെ എണീക്കാൻ എങ്ങനെയാണ് പറ്റുക? ഞാനൊക്കെ രാവിലെ എണീക്കുന്നത് ശവപ്പെട്ടി തുറന്ന് എണീക്കുന്ന പോലെയാണ്. അല്ലേ? രാവിലെയായോ? കിടന്നതേ ഉള്ളല്ലോ. ഇങ്ങനെയാണ് നമ്മളൊക്കെ എണീക്കുന്നത്. बिकॉज आज मेरे पास थोड़ा सा टाइम था तो मैंने की थोड़ी सी बुक रीडिंग. റിച്ച് ഡാഡ് പുവർ ഡാഡ്. ബുക്ക് വായിക്കും എന്നുള്ളത് പട്ടിഷോ ആയിട്ട് കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇവര് ആദ്യം പറയുന്ന 2 ബുക്കാണുള്ളത്. ഒന്ന് ആൽക്കമിസ്റ്റ്, 2 റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഇത് വായിച്ചിട്ടാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മത്തൊരു ബുക്ക് അവർ വായിച്ചിട്ടില്ല. सीधा पहुंची मैं छत पर और मैंने की अपनी योगा प्रैक्टिस. उसके साथ साथ थोड़ा सा डांस और ये सब करते लगी. मुझे बहुत जोर की भूख, तो मैंने ब्रेकफास्ट में बनाया पैनकेक्स. देन माय कंटेंट क्रिएशन, अपनी थोड़ी सी पढ़ाई. അതായത് 12 മണിയായപ്പോൾ പുള്ളിക്കാരി പഠിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അതായത് രാവിലെ 3:28 എണീറ്റ് 12 മണി വരെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, യോഗ വേണേ കൂട്ടാം 1 മണിക്കൂർ. രാവിലെ 3:30 വരെ ഉണ്ടാക്കിയിട്ട് എണീറ്റ് ചായ ഉണ്ടാക്കി, നാരങ്ങ വെള്ളം ഉണ്ടാക്കി, ബാത്റൂമിൽ പോയി പല്ല് തേച്ചു, കണ്ണിഞ്ഞവിടി. ഇതിന് 3:30 എണീക്കുന്നത് എന്തിനാണ്? അരമണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട കാര്യത്തിനാണ് 3 മണിക്ക് എണീക്കുന്നത്. എന്നിട്ട് അതുകൊണ്ട് ഇവിടം വരെ തേരാപ്പാല നടക്കും. വെളുപ്പിനെ 3:30 എണീറ്റിട്ട് 12 മണി വരെ 8 മണിക്കൂർ, ഗിവ് ഓർ ടേക്ക് 8 മണിക്കൂറോളം തേരാപ്പാല നടന്നു. ഇതല്ല റൂട്ടീൻ. സ്വാധീനിക്കുന്നവൻ. അടുത്തത് 3:53 AM. അത് AM എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് രാത്രിയാണ്. നമുക്കൊക്കെ രാത്രിയാണ്. സാധാരണ മനുഷ്യർക്ക് രാത്രിയാണ്. ആറ് മണി വരെ ചെയ്തത് പല്ല് തേക്കുക, മുഖം കഴുകുക, യൂട്യൂബ് റീൽ കാണുക, 3 പുഷപ്പ് എടുക്കുക. ഇതിന് 10 മിനിറ്റ് മതി. അതിന് 3:30 എണീക്കണ്ട. ജെന്യുവിൻ വർക്കൊന്നും ഈ റൂട്ടീനിൽ ആരും ചെയ്തിട്ടില്ല. രാവിലെ 4 മണിക്ക് എണീക്കുക, കണ്ണ് ഞെവിടുക, മൂത്രമൊഴിക്കുക. ഇത് റൂട്ടീനല്ല. 5 മിനിറ്റ് കൊണ്ട്, ലിറ്ററലി 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനം. അതിലൊരെണ്ണം റീല് കാണുക എന്നുള്ളത്. നാണക്കേട് എന്തല്ലേ. ഇതെന്താണിത്? ഷർട്ടില്ലാതെ പുറത്തൂടെ നിങ്ങൾ മെലിഞ്ഞിട്ടതാണെങ്കിൽ നടന്ന് എല്ലാവരും നോക്കും. അത് ഷർട്ടില്ലാതെ നടക്കുന്നുണ്ടോ? മസിലുള്ളത് കൊണ്ടല്ല. ഇതൊരു പുച്ഛമാണ് മുഖത്ത്, പുച്ഛം.
അമ്യൂസ്മെന്റ് അല്ല, ആരാധനയല്ല, ആഗ്രഹമല്ല, പുച്ഛം. അതിവർക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇനി ഇത് കണ്ടോണ്ടിരുന്നാലേ എനിക്ക് സഹിക്കാം. ഇത്രയും ക്രിഞ്ച് എനിക്ക് എടുക്കാൻ പറ്റില്ല. പൊട്ടി. പ്രണവ് കൺസ്യൂമർ നമ്പർ സുഹൃത്തെ മലയാളത്തിൽ പറയുന്നു. ഓക്കെ, അങ്ങക്ക് ശതകോടി പ്രണാമം. വൈദ്യുതി കാര്യാലയം അധികാരിയോട് ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നു. ആയിക്കോട്ടെ. എന്റെ ദക്ഷിണ ആയിക്കോട്ടെ. പാതയോരത്ത് വൈദ്യുതി പ്രതിഷ്ഠാപനത്തിന്റെ അഗ്രഭാഗത്ത് ഓങ്കാര ശബ്ദവും എന്റെ വീടിന്റെ മുമ്പിൽ ചെയ്യുന്ന ബോട്ടിന്റെ മുകളിൽ പൊട്ടലും ചീറ്റലും കേൾക്കുന്നു. ഓംകാര ശബ്ദം നൈസ്. പൊട്ടലും ചീറ്റിലാണ് ഓംകാര ശബ്ദം. നമുക്കിത് ഉപയോഗിക്കുന്നതിന് ഈ കാണുന്ന മൊത്തം ഇൻഫ്ലുവൻസർ വീഡിയോ ഓംകാര ശബ്ദമാണ്, വേറൊന്നുമില്ല. പൊട്ടലും ചീറ്റിലും മാത്രമേ